എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ട്യൂട്ടോറിയൽ വീഡിയോസ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ആൽബം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയതാണ്. ആൽബം അല്ല, ഒരു ജേർണൽ ടൈപ്പാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജാണ് ഇന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ. ഇതിൽ യൂസ് ആക്കിയിട്ടുള്ള പേപ്പേഴ്സ് ഫോറിൻ ബ്രാൻഡിൻ്റെയാണ്. സിമ്പിൾ സ്റ്റോറീസ് ആണ് ബ്രാൻഡിൻ്റെ പേര്. പിന്നെ കുറച്ച് ഫോയിൽഡ് പേപ്പേഴ്സ് യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ആൽബം മൊത്തത്തിൽ ഈ ബോ വെച്ചിട്ട് ടൈ ചെയ്തു. ഇത് ടൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ആൽബം ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബോയുടെ ടൈ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ബോർഡറിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇത് ഉള്ളിൽ എന്തൊക്കെ ഡീറ്റെയിലിംഗ് ഞാൻ ചെയ്തേക്കണമെന്ന് കാണാം. ഓക്കെ, അപ്പോൾ തുറന്ന ഈ ഭാഗത്ത് ഫുൾ പ്ലെയിൻ ആണ്. പക്ഷേ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ പേപ്പർ ആയ കാരണം നല്ലൊരു ഭംഗിയുണ്ട്. ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിൽഡ് ലുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതുല്യ. ഇതൊരു ഗോൾഡ് ഫോയിൽഡ് പാറ്റേൺ പേപ്പറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പാറ്റേൺ പേപ്പർ. ഇവിടെയും ഫ്ലോറൽ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട്. ഈ എലമെൻറ്റ്സും ഫ്ലവേഴ്സും എല്ലാം സിമ്പിൾ സ്റ്റോറീസിൻ്റെ പേപ്പർ പാക്കിലുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പറിന് മുകളിൽ ഒരു കുഞ്ഞ് സ്ട്രിപ്പ് പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു. പിന്നെ ഒരു ഫോട്ടോ. പിന്നെ പറയാൻ മറന്നു, ഈ ഒരു ആൽബം മൊത്തത്തിൽ 17x12 സെൻറ്റിമീറ്ററാണ് സൈസ് ഉള്ളത്. ഈ ഒരു പേപ്പർ, ഈ ഉള്ളിലത്തെ പേപ്പേഴ്സ് 16x11 ആണ്. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ പറയുക, ഞാൻ അത് ചെയ്യാൻ നോക്കാം. പിന്നെ ഇവിടെ ഒരു 3 ഹാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതൊരു വെല്ലം ഷീറ്റാണ്. ഈ ഭാഗത്ത് ഞാൻ ഒന്നും ചെയ്തില്ല. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതും ഒരു വാഷി ടേപ്പാണ്. ഇറ്റ്സി ബിറ്റ്സി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ട്രൂ ലവ് എന്നിട്ടൊരു കോട്ട്, അത് വലുതാക്കിയിട്ട് ഒരു പേജ് എന്ന ലെവലിൽ ഫുള്ളായിട്ട് എടുത്തു. പിന്നെ അഗെയിൻ വെല്ലം ഷീറ്റ്, ഗോൾഡ് ഫോയിൽഡ് വെല്ലം ഷീറ്റാണ്. പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് കാർഡ് പോലെ പോക്കറ്റ് സംഭവം ഇങ്ങനെ പേപ്പേഴ്സൊക്കെ വെക്കേണ്ട രീതിയിൽ ചെയ്തു. ഇവിടെ പോംപോം ലേസസ് ഉണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഒട്ടിച്ചേക്കാണ്. ഈ പോംപോംസൊക്കെ ഒട്ടിച്ചു, കാരണം ഇത് പൊട്ടി പോകുന്നു. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു. ഓക്കെ, ഇതിൽ ഇങ്ങനെ എന്താ പറയുക, എലമെൻറ്റ്സ് ഒക്കെ വെക്കാം. സ്വീറ്റർ ദാൻ ക്യാൻഡി, എക്സോ അങ്ങനെ. നെക്സ്റ്റ് പേജിൽ സിമ്പിളാക്കിയിട്ട് തന്നെ ഇവിടെ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു. പിന്നെ ഫോട്ടോ, പിന്നെ ജസ്റ്റ് കുറച്ച് എലമെൻറ്റ്സ് പോലെ. പിന്നെ ഈ ഭാഗത്ത് പ്ലെയിൻ ആക്കി വെച്ചു. ഇതൊരു ഗോൾഡ് ഫോയിൽ പേജ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഗോൾഡ് ഫോയിൽ പേജാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ സിമ്പിളാക്കിയിട്ട് വെച്ചു. ഓക്കെ, ഇത് ഓപ്പൺ ആക്കാൻ പറ്റും, ഫ്ലാപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ പ്ലെയിൻ ആക്കി, കാരണം ഇവിടെയും കൂടിയും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ആ ഒരു ഭംഗി പോവും. പിന്നെ ഇവിടെ ഓൾറെഡി ഭയങ്കര വലിയൊരു എന്താ പറയുക, ഫിൽഡ് ആയിട്ടുള്ളൊരു വർക്കല്ലേ, ഫ്ലോറൽ ടൈപ്പല്ലേ. അപ്പോൾ അത് ഞാൻ പ്ലെയിൻ ആക്കിയിട്ട് ഇട്ടു. പിന്നെ ഇവിടെ വാഷി ടേപ്പ്. ഈ വാഷി ടേപ്പ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി കൊടുക്കേണ്ട ഈ ആൽബത്തിന്. ഹാപ്പിലി എവർ ആഫ്റ്റർ സോൾമേറ്റ്സ്, ഇതൊക്കെ അവരെ സേവ് ദ ഡേറ്റ് പിക്സ് ആണ്. ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഫോട്ടോന് മെയിൻ ഹൈലൈറ്റ് കിട്ടാനാണ് ഞാൻ നല്ല സിമ്പിളായിട്ട് വെച്ചത്. വേർഡിങ്സ് ഒന്നും വെച്ചില്ല, ജസ്റ്റ് ഫ്ലോറൽസ് രണ്ടെണ്ണം അവിടെ ആഡ് ചെയ്തു. പിന്നെ ഈ പേപ്പർ ഞാൻ പ്ലെയിൻ ആയിട്ട് വെച്ചത് ഗോൾഡ് ഫോയിൽഡ് ആണ്. അപ്പോൾ ഓവറോൾ ഈ പിക്കിനാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് 2 ഹാർട്ട്, ഒരു ഫോട്ടോ. ഈ ഹാർട്ട്സ് ഈ നടുവിൽ ഷേക്കർ ഉണ്ടാക്കിയില്ല, അതിൽ കട്ട് ചെയ്തിട്ടുള്ള ഹാർട്ട്സുകളാണിത്. അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടെന്ന് കരുതിയിട്ട് ഈ സൈഡിൽ ഞാൻ ഒട്ടിച്ചു. പിന്നെ ഇവിടെ പോംപോം ലേസസ് വെച്ചു. ഇത് പീച്ച് കളറിലുള്ള പോംപോം ലേസാണ്. ഉള്ളിൽ ഷേക്കർ ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്തും കണ്ടോ, ഇത് അപ്പുറമുള്ളൊരു ഷേക്കർ ടൈപ്പ് ട്രാൻസ്പാരൻറ്റ് OHP ഷീറ്റാണ് വെച്ചേക്കണത്. സൈഡിലിവിടെ ഫ്ലോറൽ എലമെൻറ്റ്സ് വെച്ചു. ഈ എലമെൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ഫ്ലോറൽ ഡൈക്കറ്റ്സ് പോലെ. പിന്നെ ഇവിടെ വാഷി ടേപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് ഒരു ഫോയിൽഡ് പേപ്പർ ഇവിടെ കൊടുത്തു. കണ്ട, ഒരു ഫ്ലിപ്പ് ഫ്ലാപ്പ് പോലെ, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം. അപ്പോൾ ഈ വാഷി ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച കാരണം ഒരു 2 പേജ് പോലെ തോന്നിക്കും. കണ്ടോ, 1, 2. ഇവിടെ അഗെയിൻ സിമ്പിൾ, ജസ്റ്റ് ഒരു ഹാർട്ട്, പിന്നെ വാഷി ടേപ്പ്. ഇവിടെ അതേപോലെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരു പേപ്പറാണ്, ഗോൾഡ് ഫോയിൽഡ് പേപ്പർ. കണ്ടില്ലേ, ഒരു ഗോൾഡ് ഫോയിൽ പേപ്പേഴ്സൊക്കെ വർക്കിൽ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇതും പ്ലെയിൻ ആക്കി വെച്ചു. ഇവിടെ വാഷി ടേപ്പ് ആഡ് ചെയ്തു. പിന്നെ ഫ്ലവറും ഹാർട്ടും പിന്നെ ലവ് ഈസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്ടും.
ഈ പേജ് ഞാൻ ആദ്യം ഈ ഫോട്ടോയും ഈ പേപ്പർ ഡോയിൽ ഒട്ടിച്ചപ്പോൾ ഞാൻ കരുതി ഇത് ഭംഗി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കരുതിയത്. പക്ഷേ ഈ കോഡ്സൊക്കെ വെച്ചതിന് ശേഷം ഈ പേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഉള്ളതിൽ ഈ ജേർണലിലുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് പേജാണിത്. ടു ലവ് എ പേഴ്സൺ ഈസ് ടു സീ ഓൾ ഓഫ് ദ മാജിക് ആൻഡ് ടു റിമൈൻഡ് ദം ഓഫ് ഇറ്റ് വെൻ ദേ ഹാവ് ഫോർഗോട്ടൻ. നല്ല രസമായി. അപ്പോൾ ഇതിനുള്ളിലൊരു പോക്കറ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഈ പോക്കറ്റിൽ ഇതിനുള്ളിലൊരു ഫോട്ടോ ഉണ്ടെന്ന് അറിയാനാണ് ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ലെവലിൽ വെച്ചേക്കുന്നത്. നമ്മൾ ഡയറിയിലൊക്കെ കാണില്ലേ, ഇവിടെ 1 2 3 അല്ലെങ്കിൽ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പേജാണ്. സിമ്പിൾ തന്നെ, ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പറിൻ്റെ മുകളിൽ ഫോട്ടോസ് ഒട്ടിച്ചു. ഇവിടെ ഫ്ലവറും പിന്നെ സ്വീറ്റ് ആർട്ട്. ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സൈഡാണ്, ഷേക്കേഴ്സ്. അപ്പോൾ ഞാൻ സീക്വൻ മിക്സ് ഉണ്ടാക്കി. റെഡ് കളർ, ബ്ലാക്ക്, ഗോൾഡ്, സ്റ്റാർസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടൊരു സീക്വൻ മിക്സ് ഉണ്ടാക്കി. ആ മിക്സ് എന്നിട്ട് ജസ്റ്റ് OHP ഷീറ്റിനുള്ളിൽ വെച്ചിട്ട് സൈഡിൽ അടിച്ചു. കണ്ടു. ഈ സ്റ്റിച്ചിങ് ഒക്കെ സാധാ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ സാധാ വീട്ടിലുണ്ടാവുന്ന മെഷീൻസൊക്കെ ഇല്ലേ, ഇങ്ങനെ സൂയിങ് മെഷീൻസ്, നമ്മൾ തുണിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മെഷീനിൽ അടിച്ചത്. ഇത് ജസ്റ്റ് ഇതിനുള്ളൊരു പോക്കറ്റ് പേജ് പോലെ തന്നെ. എവ്രി ലവ് സ്റ്റോറി ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് അവേഴ്സ് ഇസ് മൈ ഫേവറേറ്റ്. പിന്നെ ഒരു ഫ്ലവർ, പിന്നെ ഒരു കോട്ടും, ദ സ്വീറ്റസ്റ്റ് എവർ. പിന്നെ ഇവിടെ ഒരു സ്ട്രൈപ്പ് പോലത്തെ പാറ്റേൺ ആണ്. അഗെയിൻ വാഷി ടേപ്പും പിന്നെ 2 ഫോട്ടോസും പിന്നെ ഈ ഫ്ലവർ, ഈ എലമെൻ്റൊക്കെ വെച്ച് ലവ് ആൻഡ് ലോഫ്റ്റർ. ഇതൊരു വേർഡിങ്സ് ഉള്ള ടൈപ്പ് വെല്ലമാണ്. ഗോൾഡ് ഫോയിൽഡ് വെല്ലമല്ല. ഓക്കെ, പിന്നെ അടുത്തത് ഐ ഹാർട്ട് എന്നിട്ടുള്ളൊരു കോട്ട്. നേരത്തെ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ലവ് യു എന്ന് പറഞ്ഞിട്ട്, അല്ല ട്രൂ ലവ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ ഫുൾ പേജിൽ ഞാൻ ഈ കോട്ട് പ്രിൻ്റ് എടുത്തു. ഈ പേജും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അത് കാണുമ്പോൾ സിമ്പിളായിരിക്കും, പക്ഷേ ആ ഒരു സിംപ്ലിസിറ്റിക്ക്, ആ ഒരു ഇതിന് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊരു പ്ലെയിൻ പേപ്പറാണ്, പാറ്റേൺ പേപ്പറായിരുന്നു, പോൾക്ക ഡോട്ട്സ് ഉള്ളത്. അതിൽ ഞാൻ ഇങ്ങനെ ലീഫ് പോലെ ആഡ് ചെയ്തു. എന്നിട്ട് ഈ കോട്ട് ഒട്ടിച്ചു. വൺസ് അപ്പോൺ എ ടൈം ഐ ബിക്കെയിം യുവേഴ്സ് ആൻഡ് യു ബിക്കെയിം മൈൻ ആൻഡ് വി ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അപ്പോൾ ഇതൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ അവളുടെ 2 ഫോട്ടോസും വെച്ചു. അടുത്ത പേജിൽ അഗെയിൻ സിമ്പിളായിട്ടാണ്. ഇനി അങ്ങോട്ടുള്ളത് കുറച്ച് സിമ്പിളായിട്ട്, ജസ്റ്റ് ഒരു പേപ്പറിൻ്റെ പാറ്റേൺ പേപ്പറിൻ്റെ മുകളിൽ ഫോട്ടോ ഒട്ടിച്ചിട്ട് അങ്ങനെ ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പർ അതിന് മുകളിൽ ഒട്ടിച്ചു, 2 ഫോട്ടോസ്. അതേപോലെ തന്നെ ഇവിടെയും 2 ഫോട്ടോസ് ഒട്ടിച്ചു, ഒരു ഹാർട്ട് ഷേപ്പ്, ഫോർ എവർ ആൻഡ് എവർ, വെല്ലം ഷീറ്റ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇതെല്ലാം ഞാൻ ബൈൻഡ് ചെയ്തിട്ടുള്ളത് സാധാ സ്ക്രാപ്പ് ബുക്കിംഗ് മെത്തേഡിലല്ല. ഈ ബേസ് ഉണ്ടാക്കി എന്നിട്ടിങ്ങനെ ഹോള് പഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഹോള് പഞ്ച് ചെയ്യാൻ എനിക്ക് നല്ല ടൈം എടുത്തു. ലൈക്ക് സാധാ പഞ്ചർ കൊണ്ട് പഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു ഈ പേപ്പർ. അപ്പോൾ അത് കാരണം കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ആൽബം ഒന്നുകൂടെ ജസ്റ്റ് കാട്ടിത്തരാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനത്തെ ആൽബം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി. പിന്നെ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.